നമസ്കാരം സുഹൃത്തുക്കളെ. സാമാന്യ ആപേക്ഷികത എന്ന 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രവികാസം, ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തം എങ്ങനെ സാമൂഹ്യ തലത്തിൽ നമുക്ക് ഉപയോഗിക്കാമെന്നും പ്രയോജനപ്പെടുത്താമെന്നും അതുവഴി എന്തൊക്കെ പുരോഗതി നമുക്ക് കൈവരുത്താമെന്നും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായിട്ട് GRTS 1 മുതൽ GRTS 10 വരെ ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരു വലിയ പരിധി വരെ പൂർണ്ണമായി ആണ് എന്ന അഭിപ്രായമല്ല. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അങ്ങോട്ട് വിളമ്പിയെന്നേ ഉള്ളൂ. അത് കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ചിട്ടോ കൃത്യമായ ഒരു ഇത് നടത്തിയിട്ടോ അല്ല. അത് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതുമല്ല. ഇതിൽ അനേകം സംശയങ്ങളും അനേകം അവ്യക്തതകളും അനേകം തെറ്റുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാന്യ കേൾവിക്കാർ ഇത് ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ അവ്യക്തതകളുണ്ടെന്നും എന്തൊക്കെ തെറ്റുകളുണ്ടെന്നും സൂചിപ്പിച്ചാൽ നമുക്ക് ആ കാര്യം കൂടുതൽ വിശദമാക്കാനും ഒക്കെ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും നമുക്ക് സാധ്യമാണ്. ഇതൊരിക്കലും പൂർണ്ണത ഉള്ളതോ തെറ്റുപറ്റാത്തതോ ഒരു വാശിയോടുകൂടി ഇതന്നെ നടപ്പിലാക്കണം എന്ന അഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യം ഈ സാമാന്യ ആപേക്ഷികത എങ്ങനെ നമ്മൾ സമൂഹത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് കൃഷിയിൽ എങ്ങനെ ബാധിച്ചുവെന്നും കൃഷിയിൽ അതിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, വികാസ പരിണാമങ്ങൾ എന്തൊക്കെയാണെന്നും ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്. കൃഷിയെ എങ്ങനെ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, ബുദ്ധിപൂർവം അവൻ അതിൽ ഇടപെടുകയാണെങ്കിൽ പരമ്പരാഗതമായ രീതിയിലുള്ള ശ്രമങ്ങളിൽ എന്തൊക്കെ ഒഴിവാക്കാമെന്നും എന്തൊക്കെ ഒഴിവാക്കിയാലാണ് കൂടുതൽ വിളവും കൂടുതൽ ആരോഗ്യകരമായ അന്തരീക്ഷവും അല്ലെങ്കിൽ എൻവയൺമെൻറ്റും ഉണ്ടാവുക എന്നതുമാണ് നമ്മൾ ആലോചിച്ചത്. കാരണം കൃഷി എന്നതാണ് സൂര്യപ്രകാശത്തെ ടാപ്പ് ചെയ്യാനുള്ള, സൂര്യപ്രകാശത്തെ സ്വീകരിച്ച് അത് ഉപയോഗിക്കാനുള്ള മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം. മറ്റുള്ള ഒരു ജീവിയും അങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. മാത്രമല്ല, അതിൽ തന്നെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഇതൊന്നും പൂർണ്ണമാണെന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ കുറേ ശലകങ്ങൾ അല്ലെങ്കിൽ ശകലങ്ങൾ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇനിയും നമുക്ക് എത്രയോ പറയാനും വിസ്തരിക്കാനും വിവരിക്കാനും ഒക്കെ ഉണ്ട്. മാത്രമല്ല, അതിൽ പല തെറ്റുകളും പല അബദ്ധങ്ങളും എൻ്റെ വകയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വല്ല സംശയങ്ങളും വല്ല അവ്യക്തതകളും വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. മാത്രമല്ല, അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ തന്നെ ഉപകാരപ്രദമാവും. കാരണം അത് അങ്ങനെ ഒരു സംവാദത്തിലൂടെ നമുക്കിത് പരിഷ്കരിച്ച് ഒരു പൂർണ്ണതയുള്ള അല്ലെങ്കിൽ തെറ്റുപറ്റാത്ത പരമാവധി പെർഫെക്ഷനിലുള്ള ഒരു സംവിധാനമാക്കിയാൽ ഇതുകൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. മാത്രമല്ല, ഇപ്പം തന്നെ ഉള്ള ഇപ്പോൾ
വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യ സംരക്ഷണം, ആരോഗ്യം, സമൂഹത്തിൻ്റെ ആരോഗ്യം, പൊളിറ്റിക്സ്, ഭരണം, ഇങ്ങനെയുള്ള സമഗ്ര മേഖലകളിലും മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരാശയമാണ്. മാത്രമല്ല ഇപ്പം നിലവിലുള്ള ശത്രുത പരമാവധി ഒഴിവാക്കാനും കൂടി ഇതുകൊണ്ട് സാധിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വലിയ പരിധിവരെ തിയററ്റിക്കലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ഒരു വലിയ പരിധിവരെ മറികടക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ഇത് പ്രവർത്തിക്കും എന്നാണ് ഞാൻ വ്യത്യസ്ത തലത്തിലുള്ള, വ്യത്യസ്ത ചിന്താഗതിയുള്ള, വ്യത്യസ്ത ദർശനങ്ങളുള്ള, വ്യത്യസ്ത മതങ്ങളിലുള്ള, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള മനുഷ്യർക്ക് ഒരു ഷോക്ക് അബ്സോർബറായിട്ട് നമ്മളെ ഈ സാമാന്യ ആപേക്ഷികതയുടെ സാമൂഹ്യ വിശകലനം ഉപകാരപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ച് ഗൗരവത്തോട് എടുക്കുകയും ഇതിലുള്ള ഇപ്പോഴുള്ള അപൂർണതകളും അവ്യക്തതകളും തെറ്റുകളും അപാകതകളും തിരുത്താൻ, അല്ലെങ്കിൽ അത് എല്ലാവരും കൂടിയിട്ട് പരിശ്രമിച്ചാലേ ആവുള്ളൂ. അതിന് നമ്മളെ മലയാളത്തിന് സാധ്യമാകട്ടെ. മലയാളത്തിൻ്റെതായ ഒരു പുതിയ ഒരു ദർശനമായിട്ട് ഇതിനെ വികസിപ്പിച്ചെടുക്കാൻ ഇത് കേൾക്കുന്ന മലയാളികളായ എല്ലാവരും തയ്യാറാണ്. ഇത് മലയാളത്തിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം അങ്ങനെയുള്ള സ്വാർത്ഥത മനസ്സിലുള്ളതുകൊണ്ടാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും കൃഷിയുടെ കാര്യം ഞാൻ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർത്തുന്നേ ഉള്ളൂ. അത് അതിൽ അവസാനിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഇനി എത്രയോ ചർച്ചകൾ ചെയ്യാനുണ്ട്. അതുപോലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. എന്താണ് മാനവൻ്റെ വിദ്യാഭ്യാസം, എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. മറ്റൊരു ജീവിയും ഇതേപോലുള്ള ഒരു വിദ്യാഭ്യാസം, എല്ലാ ജീവികളും അവരുടെ മാതാക്കളെ, പ്രത്യേകിച്ചും ഈ വെർട്ടിബ്രേറ്റ്സ് ആയിട്ടുള്ള എല്ലാ ജീവികൾക്കും സാധാരണ നിലക്ക് ഇപ്പോൾ ആനിമൽസും കിങ്ഡത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ മാതാക്കളാണ്, അമ്മമാരാണ് കുട്ടികളെ ജീവിക്കാൻ ആവശ്യമായ ശേഷികൾ, നൈപുണികൾ ഒക്കെ പഠിപ്പിക്കുന്നതെന്ന് കാണാം. അതിൽ അച്ഛന്മാർക്ക് വലിയ ജോലികളൊന്നുമില്ല. അപ്പോൾ എല്ലാ ജീവികൾക്കും ഭാവി ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ശേഷികൾ, അല്ലെങ്കിൽ കഴിവുകൾ, അല്ലെങ്കിൽ പിന്നെ നിപുണികൾ ഒക്കെ അമ്മമാരാണ് ചെറുപ്പത്തിലെ കളിയിലൂടെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പൂച്ചക്കുട്ടിയെ എലിയെ പിടിക്കാൻ പഠിപ്പിക്കുന്നത് അമ്മമാർ തന്നെയാണ്. അത് ചെറുപ്പത്തിൽ ഇങ്ങനെ കളിച്ചിട്ടാണ് പിന്നെ അങ്ങനെയാണ് ഇത് വരുന്നത്. അതിൽ നിന്ന് മാറി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടിയും വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നിരിക്കണമെന്നർത്ഥം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനുള്ള ഒരു വലിയ പ്രത്യേകത അവൻ്റെ ഈ ഉപകരണങ്ങൾ എന്നത് പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഈ കണ്ടുപിടിക്കാൻ അവനാവശ്യമായ ഏറ്റവും ഉദാത്തമായ, മഹനീയമായ, അനുപമമായ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത സാധനങ്ങൾ കണ്ടെത്താനുള്ള, ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പം സമൂഹത്തിൽ ഇപ്പം നിലവിലില്ലാത്ത ബന്ധങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക, അത് പ്രയോഗിച്ചിട്ട് പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അർത്ഥം.
അതിന് ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യനെ സഹായിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ വികാസത്തിന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവൻ്റെ ഭാഷയാണ്. ഈ ഭാഷ കൊണ്ട് അവനുണ്ടായ ഗുണം എന്താ വെച്ചാൽ, അവനൊരു മാനസിക ലോകം തന്നെ അവന് സ്വന്തമായിട്ട് കിട്ടിയെന്ന്. മാനസിക ലോകം കിട്ടി എന്ന് പറഞ്ഞാൽ മാനസിക ലോകം കിട്ടി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ലോകം, സ്വപ്നങ്ങളുടെ ലോകം, അല്ലെങ്കിൽ അഭൗതിക ലോകം അവന് സ്വന്തമാക്കാനായി. അതായത് ഇതിലാണ് യഥാർത്ഥത്തിൽ പുതിയ ദർശനങ്ങളും പുതിയ കണ്ടെത്തലുകളും പുതിയ ബന്ധങ്ങളും പുതിയ ഉപകരണങ്ങളൊക്കെ ഉള്ള യഥാർത്ഥ തുടക്കം ഈ ഭാഷയിലൂടെയാണ്. അങ്ങനെയാണ് അവനത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. അവൻ മറ്റുള്ളവരുടെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും മറ്റുള്ളവരുടെ ചിന്തകളും സ്വീകരിക്കുന്നത്. ഇതൊക്കെ ഈ ഭാഷ കൊണ്ട് ഉണ്ടായ ഒരു വലിയ ഗുണമാണ്. അപ്പോൾ ഈ അജ്ഞാത തലത്തിലേക്കുള്ള മനുഷ്യനുള്ള പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ അവനെ സഹായിച്ച ഉപകരണം ഭാഷയാണെന്ന് പറയാം. ഭാഷ എന്ന് പറഞ്ഞാൽ സിംബോളിക് ഇൻട്രാക്ഷൻ, അതായത് സിമ്പിളുകൾ ഉപയോഗിച്ചിട്ടുള്ള ആശയങ്ങളുടെ വിനിമയം. അപ്പോൾ അവനെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിനാവശ്യമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ഡൈവർജൻറ്റ് തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ ലാറ്ററൽ തിങ്കിങ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് തിങ്കിങ്, ഇതൊക്കെ തന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം യഥാർത്ഥത്തിൽ മൗലികമായി മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. പിന്നെ ശരിയാണ്, ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ല, അവർ കണ്ടെടുത്തലിൽ നിന്ന് വല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് താഴെ, പക്ഷേ എന്നാൽ പോലും ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമാണ് പലപ്പോഴും കൂടുതൽ ഉപകാരപ്രദമാകുക. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ചൈനയിൽ കാണുന്നവർ. അവർ വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ഈ ഡൈവർജൻറ്റ് തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അജ്ഞാത തലത്തിലേക്ക് അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നും എങ്ങനെ അവിടെ നമുക്ക് പുതിയ അജ്ഞാത തലത്തിൽ സ്ഥലങ്ങളിലേക്കുള്ള വഴികൾ കണ്ടെത്താമെന്നുള്ള പരിശീലനമാണ് അവർ കൊടുക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പിന്നെ കിടക്കാം, പിന്നീട് വരാം എന്തായാലും. അപ്പോൾ അങ്ങനെ ഈ വിദ്യാഭ്യാസം എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ വികാസത്തിൽ പുരോഗതിയുടെ അടിസ്ഥാന ശിലകൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് എത്ര കണ്ട് കൂടുതൽ ജനങ്ങളുണ്ടോ, എത്ര കണ്ട് കൂടുതൽ തലച്ചോറുകളുണ്ടോ അത്ര കണ്ട് അതിന് ഉപകാരപ്പെടും. കാരണം ഈ തലച്ചോറുകളുടെ ആ സിനർജി ഉണ്ട്, അതൊന്നായിട്ട് കൂടുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു കണ്ടെത്താനുള്ള ശക്തി, കണ്ടെത്താനുള്ള ബലം, അത് എത്ര കണ്ട് കൂടുതലുണ്ടോ അത്ര കണ്ട് കൂടും. ഒരാൾ മാത്രമാകുമ്പോൾ ഉണ്ടാവുന്നില്ല, രണ്ടുപേരാകുമ്പോൾ ഒരേ വിഷയത്തെക്കുറിച്ച് രണ്ടുപേരൊന്നിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അത്ര കിട്ടില്ല ഒരാളാകുമ്പോൾ. അത് മൂന്നാളാകുമ്പോൾ കൂടുതൽ വേഗത്തിൽ, 4, അങ്ങനെ എത്ര കണ്ട് ജനങ്ങൾ കൂടുതലുണ്ടോ അത്ര കണ്ട് കൂടുതൽ വേഗത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ നിർദ്ധാരണ ശേഷിയും കൂടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിലും എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഈ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, കണ്ടെത്തലുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പോൾ ഈ ശാസ്ത്ര സാങ്കേതിക ലോകത്ത് പാറ്റൻ്റാണ് ഏറ്റവും പ്രധാനം. ഈ പാറ്റൻ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനും കുറേ പ്രയാസങ്ങളുണ്ട്. അതായത് അത് പുതിയ ഒരു ആശയമാണെന്ന് നാം തെളിയിക്കണം. അങ്ങനെ ഈ പാറ്റൻ്റ് ആപ്ലിക്കേഷനുകളുടെ എണ്ണം നോക്കിയാൽ മനസ്സിലാവും നാം വളരെ വളരെ പിന്നിലാണ് വിദ്യാഭ്യാസം. അതെങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ്
ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസം നമുക്കൊന്ന് ആലോചിക്കാം. ഈ വിദ്യാഭ്യാസം വെള്ളക്കാരുണ്ടാക്കിയതാണ്. വെള്ളക്കാരുണ്ടാക്കിയത് വെള്ളക്കാരൻ്റെ പ്രജകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതായത് ഇത് പ്രജകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ പ്രജാവിദ്യാഭ്യാസം, സബ്ജക്ട്സ് എന്നാണ് അവർ പ്രജകളെ പറഞ്ഞത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് അവർ കണക്കാക്കിയിരുന്നില്ല, വെറും സബ്ജക്റ്റ്, ഒരു വിഷയം മാത്രം. ആ സബ്ജക്ട്സിന് വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ ആവശ്യമായ അവരുടെ താല്പര്യം എന്തായിരുന്നു വെച്ചാൽ പ്രധാനമായും യജമാന വിധേയത്വം. അവന് കൂടുതൽ വിവരമൊന്നും വേണമെന്നില്ല, യജമാനൻ പറയുന്നത് കേൾക്കുന്ന ആയിരിക്കണം. അതിനെന്തൊക്കെ വേണ്ടത്? യഥാർത്ഥത്തിൽ ആവശ്യമായ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ആസുരഭാവങ്ങളാണ്. അതായത് മാന്യമായ അല്ലെങ്കിൽ ഉന്നതമായ ഭാവങ്ങളൊന്നുമല്ല വേണ്ടത്, അല്ലെങ്കിൽ ഉദാത്തമായ ഭാവങ്ങളോ ഈ മഹത്തരമായ ഭാവങ്ങളൊന്നുമല്ല വേണ്ടത്. ഒരുതരം ആശ്രിത ഭാവങ്ങളാണ് അവന് വേണ്ടത്. എന്തൊക്കെയാണ് വേണ്ടത്? യജമാന വിധേയത്വം, യജമാനോട് വിധേയത്വം ഉണ്ടാവണം, യജമാനനോട് ഭക്തി ഉണ്ടാവണം, പിന്നെ യജമാനൻ്റെ സംസ്കാരത്തിനോട് ഭക്തി ഉണ്ടാവണം, യജമാനൻ്റെ ഭാഷയോട് ഈ ഭക്തി ഉണ്ടാവണം. അതേപോലെ നേരെ അതോടുകൂടി തന്നെ ഉണ്ടാവേണ്ട മറ്റൊന്ന് എന്താ, ഈ ഭക്തിക്ക് നേരെ വിപരീതമായി സ്വന്തം സമൂഹത്തോടും സ്വന്തം സംസ്കാരത്തോടും സ്വന്തം ഫാമിലിയോടടക്കം ഒരു പുച്ഛം, ഒരു അന്ധത, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അജ്ഞത, പിന്നെ അതേപോലെ ഒരു അധിക്ഷേപത്തോടു കൂടിയുള്ള മനസ്സ്, ഇതൊക്കെയാണ് വേണ്ടിയിരുന്നത്. അതിന് പറ്റിയ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസം. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള വാശി കൊണ്ട് ഉണ്ടായതല്ല. അത് കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ നമുക്ക് ആ പരീക്ഷ നടത്തിക്കുന്നതിൽ തന്നെ കാണുന്നത്. ഈ പരീക്ഷ നടത്തിയാൽ മാത്രം മതി, ആ കുഞ്ഞ് പഠിച്ചോളന്നില്ല. അപ്പോൾ ഇപ്പോഴും ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഈ പ്രാഥമികമായ ഗണിത ആശയങ്ങളോ അല്ലെങ്കിൽ അത്യാവശ്യം തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും പഠിക്കാതെ ഒരു കുട്ടി 10 കൊല്ലം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാനുള്ള കാരണം അതൊരു പ്രജാവിദ്യാഭ്യാസമായതുകൊണ്ടാണ്. അല്ലാതെ പിന്നെ അധ്യാപകനെ പഠിപ്പിക്കാൻ അറിയാനിട്ടോ കുഞ്ഞിന് പഠിക്കാൻ വയ്യാനിട്ടോ അല്ല. അങ്ങനെ വേണ്ടതില്ല എന്ന് പ്രജാവിദ്യാഭ്യാസം തീരുമാനിച്ചത് കൊണ്ടാണ്. ഇവൻ ഈ 10 കൊല്ലം കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ജയിലിൽ പോലുള്ള ഒരു വസ്തുവിൽ ഇരുന്ന് ഈ 10 കൊല്ലം കൊണ്ട്, 10 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 200 കൊല്ലത്തിൽ 200 ദിവസമാണെങ്കിൽ 200 × 5 മണിക്കൂർ വീതം, 200 × 5 എന്ന് പറഞ്ഞാൽ 1000 മണിക്കൂർ. ഒരു കൊല്ലത്തിൽ 1000 മണിക്കൂർ അവന് പരിശീലനം കിട്ടണം. എന്തിന്? ചോദ്യം ചെയ്യാതിരിക്കാൻ, മിണ്ടാതിരിക്കാൻ, അനങ്ങാതിരിക്കാൻ, ശബ്ദിക്കാതിരിക്കാൻ, പിന്നെ കായികമായിട്ടൊന്നും ചെയ്യാതിരിക്കാൻ, മൂത്രം അല്ലെങ്കിൽ അതേപോലെ തന്നെ കക്കൂസിങ്, അപ്പിശങ്ക, മൂത്രശങ്ക ഇതൊക്കെ പിടിച്ചു വെക്കാൻ, ദാഹം പിടിച്ചു വെക്കാൻ, ഇങ്ങനെയുള്ള ഒരു ആശ്രിതന് വേണ്ട എല്ലാ പരിശീലനങ്ങളും നമ്മളെ ഈ ആശ്രിത വിദ്യാഭ്യാസം കൊണ്ട്, അല്ലെങ്കിൽ വെള്ളക്കാരൻ 1835 മെക്കാളെ കണ്ടെത്തിയ, അല്ലെങ്കിൽ മെക്കാളെ മിനിറ്റ്സിലൂടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സമർപ്പിച്ച മിനിറ്റ്സിലൂടെ സൂചിപ്പിച്ച വിദ്യാഭ്യാസം കൊണ്ട് കിട്ടും. അത് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടുന്നുമുണ്ട്. ഇന്നും നമ്മളെ കുട്ടികൾക്കൊക്കെ അവൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുത്തി അവനെ ഒന്നിനും പറ്റാത്ത ഒരു അനുയായിയാക്കി, ആശ്രിതനാക്കി മാറ്റാൻ നമ്മൾ 10 കൊല്ലം കൊണ്ട് നമുക്ക് വിജയപ്രദമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നേരെ മറിച്ച് പൗരവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിലെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് ബുദ്ധിയുള്ള ഒരാളും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് സ്വാതന്ത്ര്യം നമുക്ക് 1947 ആഗസ്റ്റ് 15 കിട്ടിയെങ്കിൽ പോലും വിദ്യാഭ്യാസ തലത്തിൽ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പൗരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സമൂഹത്തിൻ്റെ ഉടമയാണവൻ. ഈ ഉടമയ്ക്ക് വേണ്ട ഗുണങ്ങൾ
എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കുകയോ ആ നിശ്ചയിക്കുന്ന ഗുണങ്ങൾ അതല്ലെങ്കിൽ സ്വഭാവങ്ങൾ പരിപോഷിപ്പിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം ഇന്നേ വരെ ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ പോയിട്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രി പോലും പറയില്ല. അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടുണ്ടാവില്ല. അതായത് എന്താണ് ഒരു പൗരന് ആവശ്യമായ ഗുണങ്ങൾ, ഈ ഗുണങ്ങൾ നേടാൻ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ നമുക്ക് സന്നിവേശിക്കാൻ കഴിയും, എന്തൊക്കെയാണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട് ആലോചിക്കുക പോലും നമ്മളെ ഇന്നേ വരെയുള്ള ഈ സ്വതന്ത്ര ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഭരണാധികാരി ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും നമ്മളെ കുഞ്ഞുങ്ങളുടെ ഉദാത്തമായ കഴിവുകൾ, കാരണം മനുഷ്യൻ്റെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും വികസിതമായ, ഏറ്റവും ഉന്നതമായ ഒരു എക്യുപ്മെൻറ്റ്, ഒരു ഉപകരണമായിട്ടാണ് ഈ മനുഷ്യന് ഓരോരുത്തരും വരുന്നത്. അത് പരമാവധി ഉപയോഗിക്കുമ്പോഴാണ് ആ സമൂഹത്തിന് ഏറ്റവും പരമാവധി വികാസം ഉണ്ടാവുക എന്നർത്ഥം. അതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് ആ വിലമതിക്കാനാവാത്ത ഈ സമ്പത്ത് ഉപയോഗിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കേണ്ട വിദ്യാഭ്യാസം എന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഭരണാധികാരികൾ നടത്തുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ 3% GDP-യുടെ 3% അല്ലെങ്കിൽ ബജറ്റിൻ്റെ 3% വിദ്യാഭ്യാസത്തിനായിട്ട് കൊടുത്തിരുന്നു. അത് കുറഞ്ഞ് 2%-ലും കുറവായി 1%-ൻ്റെ അടുത്തെത്തി എന്നാണ് കേൾക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നേരെ മറിച്ച് പ്രതിരോധം പോലുള്ള സൈനികമായ ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ളതിനൊക്കെ അത് ഈ ശതമാനം കൂടിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കുക. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം എന്നത് നമ്മളെ അജ്ഞാതമായ കാര്യങ്ങൾ സ്വയം കണ്ടെത്താനും കണ്ടുപിടിക്കാനുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ പരിശ്രമം എന്നുള്ളതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിശീലനമാണ്. അതല്ലാതെ ഇതിൽ മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപടി നടത്താനല്ല. അതായത് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ നമ്മളെ കുട്ടികൾ വിദ്യ അഭ്യസിക്കുക എന്ന നമ്മളെ പുതിയ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് അനുസരിച്ച ഒരു നിയമത്തിലൂടെ അത് ഇവിടെയും കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളെ കണ്ണ് തള്ളിപ്പോവുക. ഇന്നത്തെ വിദ്യാഭ്യാസത്തിലുള്ള പല വകുപ്പുകളും പല വൈകൃതങ്ങളും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ യഥാർത്ഥ ലക്ഷ്യത്തിന് വിരുദ്ധമായതാണ്. അതിനെ ഇല്ലാതാക്കുന്നതോ അതിനെ നശിപ്പിക്കുന്നതോ അതിനെ റദ്ദ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരണം. അതിന് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇന്നത്തെ പ്രജാവിദ്യാഭ്യാസത്തിലുള്ള എന്തൊക്കെ രീതികൾ, എന്തൊക്കെ ഘടകങ്ങൾ, എന്തൊക്കെ സ്വഭാവങ്ങൾ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കണം. എന്തൊക്കെ ഒഴിവാക്കിയാലാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ സർഗശേഷി ഉണ്ടാവുക, ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക, കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുക എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിനാദ്യം എന്താ ചെയ്യേണ്ടത്? എന്താണ് നമ്മളെ ലക്ഷ്യം എന്ന് തീരുമാനിക്കാം. നമ്മളെ കുഞ്ഞുങ്ങൾ, നമ്മളെ പൗരന്മാർ, ഭാവി പൗരന്മാർ എന്തൊക്കെ ഗുണമുള്ളവരാവണം, എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് അവർക്ക് ഉണ്ടാവേണ്ടതെന്ന് ആദ്യം അത് ഇന്നേ വരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ചർച്ച പോലും നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ വേണ്ട എന്തെങ്കിലും വിദ്യാഭ്യാസ സമിതി, ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വകുപ്പ്, ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം, ഇപ്പോൾ NCERT ഉണ്ട്, ഈ
നീപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ എന്താണ് ഒരു പൗരന്, ഒരു ആധുനിക സമൂഹത്തിലെ പൗരന് ആവശ്യമായ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് പരിപോഷിപ്പിക്കേണ്ടത് എന്ന് നമ്മളെ പാർലമെൻറ്റോ നീപ്പയോ NCERTയോ ആരെങ്കിലും ഇന്നേ വരെ ഒരു ഗൗരവമായ ഒരു ചിന്തയോ ഒരു സംവാദമോ ഒരു സെമിനാറോ പോലും നടത്തിയിട്ടുണ്ടോ? നാണുണ്ടോ നമുക്ക്? നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി, സ്വതന്ത്ര ഇന്ത്യയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയാൻ നമുക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരനോടും ഇവിടെയുള്ള കോൺഗ്രസ്സുകാരനോടും ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരനോടും ഇവിടെയുള്ള മറ്റ് എല്ലാ പാർട്ടികളോടും ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ എത്ര MLA-മാരെ MP-മാരെ പല ഭാഗങ്ങളിലേക്ക് അയച്ചു? ഇത് നിങ്ങളെ ഇതുവരെ സൂചിപ്പിച്ചിട്ടുണ്ടോ? എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇന്നേ വരെ നമ്മൾ ഡീകോളനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പോലുമില്ല. ഡീകോളനൈസേഷൻ എന്നാണ് ഡീസെൻട്രലൈസേഷനാണ്. അതിനെ പരമാവധി എവിടെയാണോ ഈ പ്രക്രിയ നടക്കേണ്ടത് അവിടേക്ക് കൊണ്ടുവരണം. അതായിരിക്കണം സെൻറ്റർ. അതല്ല വലിയ വിജ്ഞാന തലസ്ഥാനങ്ങളല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വലിയ ഭരണ തലസ്ഥാനങ്ങളല്ല ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏറ്റവും ഉദാത്തമായ ഒരു മെത്തേഡ് അല്ലെങ്കിൽ മോഡല് ചൈനയിലുണ്ട്. എന്താണത്? ചൈനയിൽ കണക്ക് പഠിപ്പിക്കുന്ന രീതി. ചൈനയിൽ കണക്ക് പഠിപ്പിക്കുന്നില്ല, നേരെ മറിച്ച് എങ്ങനെ പഠിക്കണം എന്നതിനുള്ള പരിശീലനവും, എങ്ങനെ ഒരു കണക്ക് സ്വയം പഠിക്കണം, സ്വയം ആർജിക്കണം എന്നതിനുള്ള പരിശീലനവും അതിനുള്ള അതിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു 40 കുട്ടികളുടെ 40 കുട്ടികൾക്ക് അധ്യാപകൻ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഇന്നത് ചെയ്യുക, ഇന്ന രീതിയിൽ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ എന്ന ആ പഴയ നമ്മളെ ഡിസ്ക്രിപ്ഷൻ മെത്തേഡ് എന്ന് അതിന് പറയാം. ആ ഡിസ്ക്രിപ്ഷൻ മെത്തേഡല്ല. നമ്മളെ പ്രശ്നം ഇതാണ്. ഈ പ്രശ്നം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? അതിന് കുട്ടികളെ ചെറിയ ഗ്രൂപ്പുകളായി, പിയർ ഗ്രൂപ്പുകളാക്കി, അതായത് സജീവമായിട്ട് ആശയവിനിമയം നടക്കാൻ കഴിയുന്ന വലിയ ഗ്രൂപ്പുകളാണെങ്കിൽ അത് ഉണ്ടാവില്ല. അവിടെ ലീഡേഴ്സ് ഉണ്ടാവും, അതേപോലെ അനുയായികളുണ്ടാവും. അത് അങ്ങനെ അല്ലാത്ത കുറഞ്ഞ ചെറിയ ഗ്രൂപ്പുകളിൽ എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയുന്ന ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് അവരോട് സ്വയം കണ്ടെത്താൻ പറയുന്നു. അങ്ങനെ അവർ കണ്ടെത്താനായിട്ട് അവരെ വിടുന്നു. അതിനുശേഷം വേണ്ട സമയം കൊടുത്തിട്ട് ഒന്നിച്ചിരുത്തി ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകളും കണ്ടെത്തിയ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു. അതിലുള്ള തെറ്റും ശരിയും അനുഭവങ്ങളും അവരെ തമ്മിൽ തന്നെ ചർച്ച ചെയ്യുന്നു, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ അവർ തന്നെ സ്വയം ഒരു പുതിയ ഇതിൽ കണ്ടെത്തും. ശരാശരി പോലുള്ള ഒരു മാത്തമാറ്റിക്സ് കോൺസെപ്റ്റ് നമുക്ക് അങ്ങനെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇതേപോലെ എല്ലാ കാര്യങ്ങളും അതിന് ആവശ്യമായ പ്രീവിയസ് നോളേജ് ഉണ്ടോയെന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ വസ്തു സ്വയം കണ്ടെത്താനുള്ള ഒരു അവസരവും, അങ്ങനെ അവർ സ്വയം കണ്ടെത്തിയാൽ 1000 പ്രാവശ്യം നമ്മൾ സ്വയം കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തതിനേക്കാളും കൂടുതൽ ഉപകാരപ്രദമായിരിക്കും അവർ സ്വയം കണ്ടെത്തിയ ഒരു മെത്തേഡ് കൊണ്ടുണ്ടാകുന്ന അവരുടെ ആത്മവിശ്വാസവും അവരുടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള അവരുടെ ത്വരയും അവരുടെ വിജയാഹ്ലാദങ്ങളും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ അല്ലെങ്കിൽ ഉപാധ്യായനോ എന്തായാലും പറയേണ്ടത് എനിക്കറിയില്ല. അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. അധ്യാപകൻ എന്ന ഒരു കാര്യം നടക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഹയർ ഓർഡർ ലേണിംഗ്, മാത്തമാറ്റിക്സ് പോലുള്ള ഈ അമൂർത്തമായ വസ്തുക്കളുടെ, അമൂർത്തമായ ആശയങ്ങളുടെ ഒരു വ്യാപനവും സങ്കലനവും അതിൻ്റെ ഒരു
പ്രകടനവും ക്രിയയുമാണ് യഥാർത്ഥത്തിൽ ഗണിതം എന്ന് പറയുന്നത്. ഈ ഗണിതത്തിലൊക്കെ യഥാർത്ഥത്തിൽ ആവശ്യമായതാണ് ബാഹ്യ സമ്മർദ്ദങ്ങളല്ല. ബാഹ്യമായി നിങ്ങൾ കുട്ടികളെ മർദ്ദിച്ചിട്ടോ കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ടോ കുട്ടികളെ പീഡിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ ഇമ്പർഷൻ കൊടുത്തിട്ടോ ഇതൊന്നും കാര്യമില്ല. ആന്തരികമായ ചോദനകളിലൂടെ ആ ചോദന ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് നമ്മളെ ഇവിടേക്കുള്ള കണക്ക് എന്ന് പറയുന്നതൊക്കെ വളരെ മോശമായ രീതിയിൽ ഒരു ഭീകരമായ വസ്തുവായിട്ടും ഒരു അപരിഷ്കൃത വസ്തുവായിട്ടും തനി വഷളന്മാർക്ക് അല്ലെങ്കിൽ തനി മുരടന്മാർക്കുള്ളതാണ് മാത്തമാറ്റിക്സ് എന്നും വരുത്തി തീർത്തത് ഈ രീതിയിലുള്ള പ്രജാവിദ്യാഭ്യാസം കൊണ്ടാണെന്ന് അർത്ഥം. സ്വന്തം കണ്ടെത്തുന്ന ഒരു രീതിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണക്കിന് താല്പര്യം ഒരു ബുദ്ധിയുള്ള ഒരു കുട്ടിക്കെങ്കിലും താല്പര്യം ഉണ്ടാവുന്ന ഏറ്റവും നല്ല വിഷയം ഗണിതമായിരിക്കും. കാരണം ഗണിതം ഒന്നും പഠിക്കാനില്ല, അതിലെ ആ മെത്തേഡുകളും അതിനുള്ള രീതികളൊന്നും ഒരിക്കലും മറക്കില്ല സ്വയം കണ്ടെത്തിയതാണെങ്കിൽ. അങ്ങനെ ഒന്നും പഠിക്കണ്ടാതെ കിട്ടാവുന്ന ഒരു സാധനമാണ് കണക്ക്, അതിന് താല്പര്യം ഉണ്ടെങ്കിൽ. മാത്രമല്ല താല്പര്യമില്ലെങ്കിൽ അത്രത്തോളം പ്രയാസമുള്ള ഒരു സാധനമില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം, എൻ്റെ കണ്ണ് തന്നെ തുറപ്പിച്ച ഒരു ഉദാഹരണം പറഞ്ഞത്. അതായത് നമ്മളെ ഈ കേരള സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, ഈ കേരളത്തിൽ മാത്രമാണ് KER കേരള എഡ്യൂക്കേഷണൽ ആക്ട്സ് ആൻഡ് റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള പ്രൈവറ്റ് സ്കൂളുകളിലെ അധ്യാപകർക്കും മാന്യമായ ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കുറേ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് അതിൻ്റെ PF ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വലിയ പരിധിവരെ അത് സൊല്യൂഷനാക്കിയ ഒരു വളരെ പ്രശസ്തരായ ഒരു DPI ഉണ്ടായിരുന്നു. അവർ പോലും ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസം ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. ആകെയുള്ള ജീവനക്കാരിൽ പകുതിയിലധികം വിദ്യാഭ്യാസ വകുപ്പിലാണുള്ളത്. കാരണം അത്രയും വലിയ വകുപ്പായ വിദ്യാഭ്യാസ വകുപ്പിലുള്ള പ്രശ്നങ്ങളെ കാലാകാലങ്ങളുണ്ടായിരുന്ന പ്രശ്നങ്ങളെയൊക്കെ സുധീരം സധൈര്യം സമർത്ഥമായിട്ട് നേരിട്ട് അതൊക്കെ പരിഹരിച്ച ഒരു DPI ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗണിതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് I hate mathematics even though I was scoring maximum marks 10% മാർക്സ്. അതായത് ഞാൻ ഗണിതത്തെ വെറുക്കുന്നു, എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും 100 മാർക്കും മുഴുവൻ കിട്ടിയിരുന്നെങ്കിൽ പോലും അതിൻ്റെ കുറ്റമാർക്കായി യഥാർത്ഥത്തിൽ ഈ ഗണിതാധ്യാപകനാണ്. അവനെ അടിച്ച് അവനെ ശരിയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും മനോഹരമായ ഈ മനസ്സിനെ ശരിക്കും നമ്മളെ ബുദ്ധിയെ ഏറ്റവും കൂടുതൽ ഉന്നതമായ വിജയഭാവങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്ന ഈ ഗണിതത്തിൻ്റെ പഠനം പോലും ഇത്രയും വികൃതമായി പഠിപ്പിക്കാനുള്ള കാരണം നമ്മളെ ഈ പ്രജാവിദ്യാഭ്യാസമായതുകൊണ്ട്. അത് മാറ്റി ഈ കുഞ്ഞുങ്ങളെ സ്വയം ചെറുപ്പം മുതലേ ഇത് വളരെ രസകരമാണ് എന്ന രീതിയിലായിരുന്നെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട, എല്ലാവർക്കും ഗണിതം എന്നത് വളരെ ഇത് ഗണിതത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ വിഷയങ്ങളിലുമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാളും ശാസ്ത്രീയമാണ് ഹിസ്റ്ററി. കാരണം ഹിസ്റ്ററിയിൽ അനേകം ബന്ധങ്ങളുണ്ട്. എങ്ങനെ ഈ ടൂൾസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ മനുഷ്യൻ്റെ സംവിധാനങ്ങളെ ആകെ മാറ്റുന്നു, അത് എങ്ങനെ ഹിസ്റ്ററിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഗണിതത്തിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ഈ മനസ്സും ശരീരവും നമ്മളെ ബുദ്ധിയും ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് ഹിസ്റ്ററി. നേരെ മറിച്ച് ഇന്നത്തെ ഹിസ്റ്ററിയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല.
അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചിട്ടും അത് എങ്ങനെ എന്തുകൊണ്ട് ആ രീതിയിൽ എത്തിയെന്നും അതിനുപയോഗിച്ച അതിന് അടിസ്ഥാനമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നതോടുകൂടി ഹിസ്റ്ററി മാത്തമെറ്റിക്സിനെക്കാളും കൂടുതൽ ശാസ്ത്രീയമായി മാറുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ അങ്ങനെ അതിമനോഹരമായ രീതിയിൽ വിദ്യാഭ്യാസം എന്നത് ശരിക്കുള്ളൊരു കളരിയാവേണ്ട ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ യഥാർത്ഥത്തിൽ ഇന്നും നമ്മൾ ആ കോളനി പരമ്പര, കോളനിയുടെ ആ രീതി അതേപടി തുടരുകയാണ്. നിങ്ങൾ നേരെ മറിച്ച് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം നമ്മൾ ലക്ഷ്യം എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നത് തീരുമാനിക്കും. അത് തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ഈ വിദ്യാഭ്യാസത്തിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന രീതികളിൽ എന്തൊക്കെ ഒഴിവാക്കിയാലാണ് കൂടുതൽ ഈ കാര്യം നേടാനാവുക, ലക്ഷ്യം നേടാനാവുക എന്ന ഒരു ചിന്ത. അങ്ങനെ ഒന്ന് എത്ര പൊട്ടന്മാരെ വേണമെങ്കിൽ ഏൽപ്പിച്ചോളൂ, അവരതുണ്ടായിക്കോളും. അത്ര എളുപ്പമാണ് ഈ കാര്യം. പക്ഷേ ശരിയായ രീതിയിലാവണമെന്ന് മാത്രം. മെത്തേഡ് ശരിയായ മതി. വലിയ വിദ്യാഭ്യാസ വിദഗ്ധനൊന്നും വേണമെന്നില്ല, സാധാരണക്കാരൻ പറഞ്ഞു തരും. അവർ 10 ആളെ നിങ്ങൾ ഇരുത്തിയിട്ട് അവരെക്കൂടെ ചോദിച്ചു വെക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഈ പറയുന്ന സെക്രട്ടറിയും സിലബസ് കമ്മിറ്റിയും അല്ലെങ്കിൽ DPIയും DDയും ഇതൊന്നും അല്ല ആവശ്യം. അധ്യാപകനും വിദ്യാർത്ഥിയാണ്. അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും, അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ, അവരുടെ സ്വാതന്ത്ര്യം എന്തൊക്കെ, അത് പരമാവധി അവർ താഴത്തേക്ക് കൊടുത്താൽ യാതൊരു സംശയമല്ല എല്ലാ അധ്യാപകരും നന്നാവും, എല്ലാ വിദ്യാർത്ഥികളും നന്നാവും. എന്ന് വെച്ചിട്ട് എല്ലാവരും ഒരേപോലെ ആവുന്നല്ല പറഞ്ഞേ. ഓരോരുത്തരും ഉള്ള അവൻ്റെ കഴിവുകളുടെ പെർഫെക്ഷൻ, അവൻ്റെ കഴിവുകളുടെ വികാസം, അവളുടെ കഴിവുകളുടെ വികാസം, അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ, അത് പരമാവധി വികസിപ്പിക്കാനുള്ള ഒരു മഹത്തായ യജ്ഞമായി, മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല യജ്ഞമായിട്ട് ഈ വിദ്യാഭ്യാസം മാറും. അങ്ങനെ വരുമ്പോൾ യാതൊരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട, ലോകത്തിലെ ഏറ്റവും വികസിതമായ സാമ്പത്തികമായിട്ടായിക്കോട്ടെ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലായിക്കോട്ടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യയുമായി. ഞാൻ ഇന്ത്യയോടുള്ള ഒരു സങ്കുചിത ദേശസ്നേഹം കൊണ്ടല്ല പറയുന്നത്. ഇന്ത്യ എന്ന് മാത്രമല്ല, മറ്റെല്ലാ രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും അവരുടെ മക്കളെ, അവരുടെ ഇനി വരുന്ന തലമുറകളെ, അവരുടെ കയ്യിലുള്ള ഒരു വിഭവം, മനുഷ്യ മസ്തിഷ്കത്തെ പരമാവധി ഉപയോഗിക്കാൻ കഴിവുള്ള പരിശീലനം നൽകുന്നതായി നമ്മളെ വിദ്യാഭ്യാസം മാറുകയാണെങ്കിൽ ഇന്നത്തെ ലോകമല്ല, ഇത് ഒരു അതിമനോഹരമായ സ്വർഗീയമായ ഒരു പ്ലാനറ്റാണെന്നും അത് പരമാവധി മനുഷ്യനടക്കമുള്ള മറ്റെല്ലാ ജീവികൾക്കും സ്വർഗീയമായി ജീവിക്കാൻ പറ്റുന്ന ഒരിടമാണെന്നും നമ്മൾക്ക് ബോധ്യമാവാൻ ഒരു പ്രയാസമില്ല. വിദ്യാഭ്യാസം പരമാവധി നന്നാക്കിയാൽ മാത്രം മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായങ്ങൾ എത്രയോ ഉണ്ടാവും. ദയവ് ചെയ്ത് ഈ കാര്യമെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടണം. അത് ഒരു ചർച്ചാ വിഷയമായിട്ട് ഒരു മഹത്തായ സംവാദമായിട്ട് തുടങ്ങണം. അങ്ങനെ നമ്മുടെ ഇനി വരുന്ന തലമുറകളെങ്കിലും കൂടുതൽ അന്തസ്സും അഭിമാനവും സത്യസന്ധതയും മാന്യതയും ഉള്ള അതേപോലെ തന്നെ ഈ സമൂഹത്തിന് ഉപകാരപ്രദമായ സംഭാവനകൾ നൽകാൻ കഴിവുള്ളവരായി മാറാൻ വേണ്ട എല്ലാ സാധ്യമായ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ ക്രമമായിട്ട് നമ്മളെ വിദ്യാഭ്യാസത്തെ ഉടച്ച് വാർക്കണം. അത് പൗരനെ, ഉടമയെ, നമ്മുടെ
ഈ സമൂഹത്തിൽ, അതായത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ, ദേശത്തിൻ്റെ ഉടമയായ പൗരൻ, അതാണ് പൗരൻ. പൗരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സബ്ജക്റ്റൊന്നുമല്ല. ആ പൗരനെ വാർത്തെടുക്കാൻ പറ്റിയ ഒരു വിദ്യാഭ്യാസമായിട്ട് അതൊരു ഗൗരവത്തോടു കൂടി കാണാൻ കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, ഇത് ഏതെങ്കിലും ഒരു ഭരണകർത്താക്കളോ അല്ലെങ്കിൽ നിയമ നിർമ്മാണ സഭകളിൽ അംഗങ്ങളായ കുറച്ചെങ്കിലും സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാർ കാണണമെന്നും ഇതിനെക്കുറിച്ചിട്ട് ആലോചിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തത്തെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.